ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സമീര എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സമീര. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഹസ്ബൻഡ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഒരു വട്ടം വന്നു, പിന്നീട് പോയിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അമ്മായിച്ചനും അമ്മായിമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വേറെ സ്ഥലത്ത് സെറ്റിൽഡാണ്. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലും ഇവിടെയുമായി മാറി മാറി നിൽക്കുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. പിന്നെ എൻ്റെ സഹോദരനുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവർ കുടുംബമായിട്ട് അവിടെയാണ്. പിന്നെ ഇപ്പോൾ വീട്ടിലുള്ളത് അമ്മയും അമ്മയുടെ അമ്മയുമാണ്. കല്യാണ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. എൻ്റെ അമ്മയുടെ അമ്മയും എൻ്റെ അമ്മായിച്ചനും ഒരേ നാട്ടുകാരാണ്. അവർ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കുറേ പേരെ കോമൺ ആയിട്ട് അറിയുകയൊക്കെ ചെയ്യാം. കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം. അത് എൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കാൻ കാരണമായി. എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ മരിച്ചു പോയപ്പോൾ കിട്ടിയ ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് അമ്മ ബിസിയാണ്. പക്ഷേ എൻ്റെ അമ്മമ്മ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കും. പുള്ളിക്കാരിക്ക് ബന്ധുവീടുകളൊക്കെ പോയി നിൽക്കാനും മക്കളുടെ വീടുകളൊക്കെ പോയി നിൽക്കാനും ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് എവിടെയും ചാടിയിറങ്ങും. പിന്നെ കുത്സിത പ്രവൃത്തികൾക്കൊക്കെ ഒത്തിരി താല്പര്യമാണ്. പരദൂഷണം പറയുക, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുക, ഇതൊക്കെ പുള്ളിക്കാരി കാക്ക കണ്ടുകൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയെടുക്കും. എന്തുണ്ടെങ്കിലും മണത്ത് പിടിച്ചെടുക്കും. അങ്ങനൊരു സ്വഭാവമാണ്. ഞാൻ ചിലപ്പോൾ കളിയാക്കും, എന്ത് കളത്തിലുണ്ടെങ്കിലും അമ്മമ്മയ്ക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന്. അപ്പം അമ്മൂമ്മ പറയും, ഞാൻ നിൻ്റെ അമ്മൂമ്മയാണെങ്കിലും നിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടല്ലേടി ഞാനിങ്ങോട്ട് വന്നത്. എനിക്കെല്ലാം അറിയാം. എൻ്റെ കൺമുന്നിൽ വന്നു നിന്ന് ഒരു ചെക്കനും പെണ്ണും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അടിമുടി നോക്കുമ്പോൾ എനിക്കറിയാം അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ. അത്ര മിടിക്കുക ഞാനെന്ന് പറയും. എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ കളിയാക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറയും, നീയും നല്ല ഇളക്കക്കാരിയാണെന്ന് എനിക്കറിയാം. നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നീ അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് എൻ്റെ കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും, അമ്മമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന്. എൻ്റെ അമ്മയും അത് കേൾക്കുമ്പോൾ അമ്മമ്മ വഴക്ക് പറയും, അങ്ങനൊന്നും പറയരുത്, അമ്മയ്ക്ക് നാക്കിനില്ലാതെ ഈ പ്രായമുള്ള കാലത്ത് എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് എൻ്റെ അമ്മ അമ്മമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോഴേക്കും, നീ ഒന്ന് പൊടി, നിനക്കൊന്നും അറിയില്ല, നീ ഇങ്ങനെ വെറുതെ നടന്നു, നീ ഉണ്ട്, നിൻ്റെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അവനെങ്ങോ കിഴങ്ങന്, അവനെങ്ങ് പോയത് കൊണ്ട് നിനക്ക് ജോലിയും കിട്ടി, അത്രയേ ഉള്ളൂ. രാവിലെ ഒരുങ്ങിക്കിട്ട് ജോലിക്ക് പോകും, വൈകിട്ട് വരും. അതല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കറിയാമോ? ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും കിടന്ന് ഉരുണ്ട് കരഞ്ഞു. എടീ, നീ വിചാരിച്ചായിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ഭർത്താവിനെ ഇനിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് നല്ല ഭർത്താവിന് വേണ്ട, ചീത്ത ഭർത്താവിന് വേണ്ട, ഭർത്താവിനെ വേണ്ട. നീ ഇങ്ങനെ ഇരുന്നോ? അല്ല, അമ്മ മരിച്ചു പോയിട്ട് അമ്മ എന്താ ഭർത്താവിനെ വേറെ കണ്ടെത്താഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ പറയുകയാണ്, അത് പിന്നെ എൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാറായി. എൻ്റെ ഭർത്താവ് അത്ര ചെറുപ്പത്തിലൊന്നും മരിച്ചു പോയില്ലല്ലോ, കുറേ താമസിച്ചല്ലേ മരിച്ചത്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചാണ് ജീവിച്ചത്. എടീ, മോളെ വളർത്തിയിരുന്നു. ഇപ്പം മോളെ നോക്കിക്കേ, നല്ലൊരുത്തിൻ്റെ കൂടെ അങ്ങ് കെട്ടിപ്പോയി, അവൾ സുഖിയാണ്, നീ ഇവിടെ വെറുതെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഓരോന്ന് പറയുമായിരുന്നു. ഞാനിപ്പോൾ അമ്മമ്മോട് പറയും, അമ്മയ്ക്ക് ഈ ഒരു കാര്യമല്ലാതെ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലേ? പ്രായമായി കഴിയുമ്പോഴേക്കും ദൈവവിശ്വാസമല്ലേ വേണ്ടത്, അല്ലാതെ എവിടെ അരി ആട്ടുന്നു എവിടെ നെല്ല് കുത്തുന്നു എന്ന് നോക്കി നടക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മമ്മ പറയും, എടീ, ഇതൊക്കെയാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ. ഞാനത് പുറത്ത് പറയുന്നു. പ്രായമായെന്ന് വെച്ചിട്ട് അണ്ണാൻ മൂത്താലും മരം കയറ്റ മറക്കോടി എന്ന് ചോദിക്കും. അപ്പോൾ അമ്മമ്മ, മരം കുറേ കയറിയിട്ടുണ്ടോ? മരവും തടിയും കുന്നൊക്കെ ഞാൻ കുറേ കയറിയതാ, നിന്നോടൊന്നും അത് പറയാൻ പറ്റില്ല. അവസാനം നീയൊക്കെ എൻ്റെ ചരിത്രം പാട്ടാക്കും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയും. ഈ അമ്മമ്മ പറയുന്നത് സത്യമാണോ അതോ കള്ളാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആളൊരു താല്പര്യ കക്ഷിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആയ കാലത്ത് നന്നായിട്ട് ഇളക്കി കാണും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും. പക്ഷേ പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും തെറി വിളിക്കും. അതുകൊണ്ട് എനിക്കിത്തിരി പേടിയാണ്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട്, എടീ, എങ്ങനെയുണ്ട് നിൻ്റെ ഭർത്താവ്? ഞാൻ പറഞ്ഞു, നല്ല സ്നേഹമുള്ളവനാണ്. അതൊക്കെ കൊള്ളാം. ഞാൻ അത് മാത്രമല്ല ചോദിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, ശരിയായോ, ക്ലച്ച് പിടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ അമ്മമ്മ ഒരു കൊച്ചുമകളോട് ചോദിക്കാൻ പറ്റിയ സംഗതിയാണോ? നിന്നോടല്ല
അല്ലാതെ പിന്നെ അയലത്തെ പെണ്ണുങ്ങളോട് ചോദിക്കാൻ പറ്റുമോ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്? എടി, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറയണം. കുഴപ്പമുണ്ടെങ്കിൽ അമ്മമ്മ തീർത്ത് തരുമോ? തീർത്ത് തരുമോ എന്നുള്ളത് അപ്പോഴല്ലേ. കുഴപ്പമുണ്ടോ എന്ന് നീ പറ. കുഴപ്പമൊന്നുമില്ല, പ്രതീക്ഷിച്ചതുപോലൊക്കെയാണോ? ഞാൻ ചോദിച്ചു എന്ത് പ്രതീക്ഷിച്ചതുപോലെ? അപ്പം അമ്മ പറഞ്ഞു കൊമ്പിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചതെന്ന്. അത് പച്ചയ്ക്കാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ലെന്ന്. ശ്രദ്ധിക്കണം. കാര്യം ആണിൻ്റെ അഴകെന്ന് പറയുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവസാനം കുറേ നാൾ കഴിയുമ്പോഴേക്കും അയ്യോ അമ്മമ്മേ, അങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങറ്റവും ഇങ്ങറ്റവും എത്തിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ഒരു രസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ കുറ്റിച്ചൂല് കൊണ്ട് അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് ഇപ്പോഴേ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ആവശ്യത്തിനൊക്കെയുള്ള എനർജി ഉണ്ടോടി അവന് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എനിക്കറിയില്ലല്ലോ, അമ്മയ്ക്കാണെങ്കിൽ പല മരങ്ങളും കയറിയിട്ടുള്ളത് കൊണ്ട് കായ്കനികളൊക്കെ എത്രയും മൂപ്പുള്ളതാണെന്ന് അറിയാം. എനിക്കറിയില്ലല്ലോ, എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ലേ അറിയൂ. അതിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോഴാടി പെണ്ണുങ്ങൾക്ക് വേലി ചാടാനും കയറ് പൊട്ടിക്കാനും ഒക്കെയുള്ള ആത്മവിശ്വാസം കൂടുന്നത്. അതിനു മുമ്പ് എല്ലാവളുമാരും അയ്യോ പാവങ്ങളായിരിക്കും. വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ വിശപ്പ് മനസ്സിലാകുന്നത്. ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞ് പിന്നീട് ഭർത്താവ് 3-4 മാസം കപ്പലിൽ പോയി കഴിയുമ്പോഴാണ് വീട്ടിലിരിക്കുന്ന പെണ്ണിന് അയ്യോ ഭർത്താവ് പോയല്ലോ, എനിക്ക് വിശപ്പുണ്ടല്ലോ, വിശപ്പിന് ആഹാരം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങുന്നത്. എടി, ഒന്നും അറിയാത്തവൾക്ക് ഒരു കുഴപ്പമില്ല, അറിഞ്ഞു തുടങ്ങുന്നവൾക്കാണ് കുഴപ്പം. അപ്പോൾ അമ്മമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഭർത്താവിനെ വിടരുതോ കപ്പലിൽ? അതല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറയുകയും ചെയ്തു. ഞാനും ഭർത്താവും തമ്മിൽ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കാര്യം അദ്ദേഹത്തിന് എന്നെ വലിയ താല്പര്യമാണ്. ഒരു സാധു മനുഷ്യനാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുകയും ചെയ്യും. ഞാൻ എന്തെങ്കിലും പറയുകയാണ് ചേട്ടാ അത് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പറയും സാരമില്ല, നിനക്ക് എങ്ങനെയാണോ അതുപോലെ എന്നോട് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യനെ കൊള്ളില്ലെന്നും അമ്മമ്മ പറഞ്ഞതുപോലെ അളവെടുക്കാനും ഒക്കെ നടക്കാൻ പറ്റുമോ? അത് തന്നെ എൻ്റെ ഭാഗ്യം എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കേണ്ടതല്ലേ? അമ്മമ്മ ഇളക്കക്കാരിയാണെന്ന് അമ്മ എന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമ്മയെ ഞാൻ അധികമൊന്നും പ്രകോപിപ്പിക്കാൻ പോകാറില്ല. കാര്യം വികട സരസ്വതിയാണ് വായിൽ നിന്ന് വരിക. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്നിട്ട് ആദ്യം പോയല്ലോ. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മമ്മ എന്നോട് ചോദിച്ചു, അല്ലടി അവനെന്ത് പറഞ്ഞിട്ടാണ് പോയത്? 3 മാസം കഴിഞ്ഞ് വരാമെന്ന്. അപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാന്? ഒരു പ്ലാനിങ്ങും ഇല്ല, സാധാരണ പോലെ പോകുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് നല്ലതാ, പക്ഷേ പ്ലാനിങ് ഉള്ളതാ നല്ലത്. ഒരു 2 വർഷം ഒന്നിലേക്ക് നോക്കരുത്, അടിച്ചു പൊളിച്ച് നടക്കണം. അല്ലാതെ ഇപ്പോഴേ ഒരു കൊച്ചിനെ എടുത്ത് എളിയിൽ വെക്കരുത്. ഉള്ള സന്തോഷമെല്ലാം പോകും. ഞാൻ തലയാട്ടി സമ്മതിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അല്ലടി അമ്മായിപ്പൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു പുള്ളി സൈലൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നെ മോളെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹമാണ്. സ്നേഹം അവൻ ചെറുപ്പകാലത്ത് ഇത്തിരി വഴി പഴിച്ച് നടന്നവനാ. അത് അമ്മമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഇടി, അവന് ഞാനും ഒരു നാട്ടിലല്ലായിരുന്നോ? എനിക്കറിയില്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഞങ്ങളിങ്ങോട്ട് മാറിയത്. എന്തായാലും വഴി പഴിച്ച് നടന്നത്. അവൻ്റെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. നീ അവനൊന്ന് സൂക്ഷിക്കണം. രാത്രി കിടക്കുമ്പോഴില്ലേ നിൻ്റെ മുറി നന്നായിട്ട് പൂട്ടിയിട്ട് വേണം നീ കിടക്കാനും. അതെന്താ അമ്മമ്മ എങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മരുമകളല്ലേ ഞാൻ, മകളെ പോലെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മമ്മ മകളെ പോലെയല്ലേ, മകളൊന്നും അല്ലല്ലോ. അവൻ്റെ കാര്യരിപ്പ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. 90 വയസ്സാണെങ്കിലും അവൻ കാര്യങ്ങളൊന്നും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? പുള്ളി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവിടുത്തെ അമ്മയും അദ്ദേഹം തമ്മിൽ നല്ല കൂട്ടാണ്. അവർ തമ്മിൽ ഫ്രണ്ട്സിനെ പോലെയാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയില്ല. നല്ലൊരു വീടാണത്. അമ്മായിപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും അവൾക്ക് 1000 നാക്കാണല്ലോ. അവൻ്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. എന്താ സംഭവിച്ചത്? അമ്മമ്മ അങ്ങ് പറ. ചുമ്മാ അവിടെ എവിടെയും തൊടാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മനസ്സിലാക്കാം. എടി, എൻ്റെ കല്യാണം കഴിഞ്ഞ് തന്നു കേട്ടോ. അന്ന് ഞങ്ങൾ തറവാട്ടിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടായെന്ന് തോന്നുന്നു. ഒരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരു വട്ടം ഞങ്ങളുടെ ഒരു അമ്മാവൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു.
അമ്മാവൻ്റെ മോടെ. ആ സമയത്ത് രാത്രിയിൽ സദ്യവട്ടങ്ങളെല്ലാം വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ രാത്രി ഞാൻ എല്ലാം പാചകം ചെയ്യാനും അരിഞ്ഞു കൊടുക്കാനൊക്കെ പെണ്ണുങ്ങളെല്ലാം കൂടെ പോയപ്പം ഞാനിവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി വരെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ പോരാമെന്നായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് വിവാഹ വീട്ടിലെ മുറിയിൽ ഞാൻ കിടത്തി. പിന്നെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അവനവിടെ കിടന്ന് ഉറങ്ങി. 10 മണിയായി കഴിഞ്ഞപ്പോഴേക്കും കുറേ പെണ്ണുങ്ങളൊക്കെ അങ്ങ് പോയി. അവിടെ ആണെങ്കിൽ പണികൾ ഇഷ്ടംപോലെ ബാക്കി കിടക്കുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി നീ ഇവിടെ ഇരിക്കുന്നു, എന്നാൽ പിന്നെ കുഞ്ഞിന് ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ് മാറ്റിയെടുത്തോണ്ട് വരാം എന്ന് വിചാരിച്ച് അതെടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് നടക്കുമായിരുന്നു. ആ സമയത്ത് നിൻ്റെ അമ്മായച്ചൻ, അന്നവന് പൊടിമീശ മുളച്ചു വരുന്ന കാലമാണ്. ഒരു 17-18 വയസ്സ് കാണുമായിരിക്കും എടി. അവനെപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, ചേച്ചി എവിടെ പോകണമെന്ന്. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ പോവാടാ, രാത്രിയിൽ കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സ് എടുത്തോണ്ട് വരാമെന്ന്. എങ്കിൽ ചേച്ചി തനിയെ പോകണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞു. ശരിയാ, എല്ലാവരും തിരക്കാണ്. ഇപ്പം നാട്ടുവഴിയോട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഒരാൺതുണ ഉണ്ടാകുന്നത് നല്ലതല്ലേ, കൊച്ചു പയ്യനല്ലേ, എന്നെക്കാൾ ഇളയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവനെയും കൂട്ടി നാട്ടുവഴിയിലൂടെ നടന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും വീടൊന്നുമില്ലല്ലോ, ഇഷ്ടംപോലെ പറമ്പുകൾ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അവൻ എന്നോട് ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. വീടിന് അടുത്തെത്താറായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ 2 സൈഡിലുമില്ലേ കപ്പത്തോട്ടമാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി ഇരുട്ടുണ്ടായിരുന്നു. കൈ ടോർച്ചുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ടോർച്ച് കാണിച്ചു. എന്താണ് ടോർച്ച് അണച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ പുറകിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് എന്നെ മുത്തമിടാൻ തുടങ്ങി. മോളെ, ഞാൻ അലറി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ പെട്ടെന്ന് എൻ്റെ വാ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒരു സുന്ദരിയാണ്, ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, പ്ലീസ് എനിക്കൊത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ മോളെ അവൻ പാൽക്കുടം ഉടയ്ക്കുന്ന ഒരു കള്ളക്കണ്ണനെ പോലെയായിരുന്നു അന്ന് പെരുമാറിയത്. എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റിയില്ല. അവന് അസാധാരണമായ കരുത്തായിരുന്നു. അവനാണെങ്കിൽ എന്നെ നിർബന്ധിച്ചാണ് കപ്പത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ ഞാൻ പറഞ്ഞു, എടാ നീ എന്നെ വെറുതെ വിടണം, ഇത് ശരിയാകില്ല, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആരും അറിയില്ല, എൻ്റെ ഇഷ്ടം കൊണ്ടാണെന്ന്. എനിക്ക് ആ സമയത്ത് പേടിയുണ്ടായിരുന്നു. അവൻ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ചേച്ചി പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, എൻ്റെ സ്നേഹപ്രകടനം മാത്രമാണിത് എന്ന് പറഞ്ഞാണ് അവൻ എന്നെ കപ്പക്കാലായിലേക്ക് കൊണ്ടുപോയത്. അന്ന് കപ്പത്തുണ്ട് ഒത്തിരി ഒടിഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉടമസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നമാകും, ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന്. അവൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ലെന്ന്. മോളെ, മുഴുത്ത കിഴങ്ങുകൾ. അന്ന് തെളിഞ്ഞു വന്നൊരു രാത്രിയായിരുന്നു. എനിക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമല്ലേ അറിയുകയുള്ളൂ എന്ന് നീ പറഞ്ഞ വാചകം എനിക്കും അവിടെ സ്യൂട്ടാകുമായിരുന്നടി. എനിക്കും വേറൊന്നും അറിയില്ലല്ലോ. ഒരു കൊച്ചു പയ്യൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൊച്ചു പയ്യനല്ലെന്ന് എനിക്ക് ഇത്തിരി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ആദ്യത്തെ എതിർപ്പുകളൊക്കെ ഒരു 10 മിനിറ്റിനുള്ളിൽ അടങ്ങിപ്പോയി. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമുക്കതിൽ ഒരു താല്പര്യവും കാണില്ല. പക്ഷേ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. അത്രയേറെ മഹത്വമുള്ളൊരുത്തനായിരുന്നു അവൻ. 1/4 മണിക്കൂറോളം മോളെ എന്താണ് നടന്നതെന്ന് എനിക്ക് വിവരിക്കാൻ പറ്റില്ല. ഞാൻ വേറെ ലോകത്തായിരുന്നു. അവനെ ഞാൻ വളരെ ചെറുതായി നനച്ചുപോയി. പക്ഷേ ചെറുതല്ല മോളെ, അവൻ വലിയൊരു മനുഷ്യനാണെന്ന് അന്ന് മനസ്സിലായി. നിൻ്റെ അമ്മായപ്പൻ അങ്ങനൊരു ഗുണം കൊണ്ടവനാണ്. ആ ഗുണം നിൻ്റെ ഭർത്താവിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണി ചോദിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി അമ്മൂമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടീ എന്നെ കാണാതെ നിൻ്റെ അപ്പൂപ്പൻ അതുവഴി ടോർച്ചടിച്ചു പോയി. ഭാഗ്യത്തിന് കപ്പത്തോട്ടത്തിൽ ഞങ്ങൾ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. പുള്ളി വന്ന് വീട്ടിലൊക്കെ നോക്കിയിട്ട് അങ്ങ് പോയി. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രസ്സും എടുത്ത് വേറെ വഴിയെ ചെന്നു. എവിടെയായിരുന്നു നീ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴേ പോയിട്ട് തിരിച്ചു വന്നല്ലോ, ഞങ്ങൾ ദേ അപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ പറഞ്ഞ് ആ സിറ്റുവേഷൻ ഞാനങ്ങ് ഹാൻഡിൽ ചെയ്തു. ഹസ്ബൻഡിന് സംശയമൊന്നും തോന്നില്ല. അതുമാത്രമല്ല ഇവൻ എൻ്റെ കൂടെ വന്നു വരുമെന്നും ഹസ്ബൻഡ് അറിഞ്ഞതുമില്ല. അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ അമ്മായച്ചനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓ, അന്ന് ഒരു വട്ടം മാത്രം. പിന്നെ അവനെ കാണാനുള്ള ഒരവസരമൊന്നും എനിക്കുണ്ടായിട്ടില്ല.
പിന്നീട് അങ്ങനെ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്നൊക്കെ അങ്ങ് മാറി. പിന്നീട് അവനെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവൻ ഓർമ്മയുണ്ടോ അന്നത്തെ ദിവസം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ അവനെ വലിയ കുറ്റക്കാരനായിട്ട് അങ്ങ് ചിത്രീകരിക്കും. അഹങ്കാരമാണ് നീ കാണിച്ചത്, അന്ന് നിന്നെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തും. അത്രയേ ഉള്ളൂ. ആ സമയത്ത് അവൻ പത്തി മടക്കി അങ്ങ് പോകും. നിശ്ചയത്തിന് വന്നപ്പോൾ എല്ലടി ഞാൻ അറിഞ്ഞത് അവൻ്റെ മകനാണെന്നും. അപ്പം അമ്മമ്മ എന്നോട് പറയണമായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങ് വിളിച്ച് പറയുന്ന ആളല്ലേ, അമ്മ ഇപ്പം ശരിയില്ലെന്ന് അമ്മയ്ക്ക് പറയാൻ മേലായിരുന്നു. എടി അങ്ങനെ അവനോട് എനിക്ക് വിരോധമൊന്നുമില്ല, അവൻ കാണിച്ചത് ശരിയല്ല, പക്ഷേ അമ്മമ്മയ്ക്കത് ഒത്തിരി ഇഷ്ടമായല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ പതുക്കെ ചിരിച്ചു. അമ്മമ്മ ഒരു കള്ളിയാണ്. ഞാൻ ഓർത്തടി എന്തിനാ വെറുതെ ഇത് പറഞ്ഞിട്ട് നിന്റെ കല്യാണം മുടക്കുന്നത്? അവൻ്റെ മോനല്ലേ, വിത്ത് ഗുണം 10 ഗുണം. വിത്തിൽ എന്തെങ്കിലും മഹിമ കാണാതിരിക്കുമോ? അതുകൊണ്ടല്ലേടി ഞാൻ ചോദിച്ചത്, വിത്ത് എങ്ങനെയുണ്ട് മോളെ, നടാൻ കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു നടും, നട്ട് കഴിഞ്ഞാൽ വലിയ ചെന്തെങ്ങിൻ്റെ കരിക്ക് തന്നെ കുളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു മിടുക്കിയാടി നീ, മിടുക്കി, എൻ്റെ കൊച്ചുമോളല്ലേ, നിനക്കും കാണുമല്ലോ എൻ്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിരിച്ചു. എന്തായാലും എൻ്റെ അമ്മായപ്പൻ അങ്ങനെ ഒരാളായിരുന്നു. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും കൂടെ ഇപ്പോഴും ഇണക്കുരുകളെ പോലെയാണ്. പ്രായമായില്ലേടി, ഇണക്കുരുവികളെ പോലെ ഇരിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനടങ്ങി നടക്കില്ല. എല്ലാ ദിവസവും അവൻ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഭാര്യയെ അങ്ങ് സന്തോഷിപ്പിക്കാം. പ്രായമാകുമ്പോഴേക്കും മറ്റ് പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറയുമല്ലോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന പെൺപിള്ളയോട് ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവളും അങ്ങ് സഹകരണ മനോഭാവത്തോടു കൂടി അവൻ്റെ ജീവിതം ആനന്ദ തുന്തലിതമാക്കും മോളെ. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അമ്മമ്മയ്ക്ക് ഇത്രയും വിവരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മമ്മ എത്ര കുളം കണ്ടവളാടി. അമ്മമ്മേ, അത് കഴിഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഞാൻ നിന്നോട് പറയില്ല. ഇനി അങ്ങനെയുള്ള രഹസ്യങ്ങൾ നിന്നോട് പറഞ്ഞ് അവസാനം നീ അമ്മമ്മയെ ഏറ്റവും ടോപ്പായിട്ടുള്ള പോക്ക് കേസുകളുടെ ലിസ്റ്റിൽ വല്ലതും പെടുത്തിയാലോ? അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ജീവിതം ഒരു രഹസ്യമായിട്ട് അവശേഷിക്കും. അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മ ചില്ലറക്കാരില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ എങ്ങനെയാടി, ഈ ആണുങ്ങൾ ചില്ലറക്കാരാണോ? ഒരിക്കലുമല്ല. അവർക്ക് പല ഗുഡൻസുകളും കാണും. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? കിട്ടുന്ന സമയത്ത് പല ഗുഡൻസുകളും ആസ്വദിക്കണം. അതാണ് നമ്മുടെ മിടുക്ക്. എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കണം മോളെ, പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ എന്ന് അമ്മ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഇല്ലേ മാഡം, അമ്മായിപ്പനെ കാണുമ്പോൾ എനിക്കെന്തോ അങ്ങനെ അടിപിടി നോക്കാൻ തോന്നുകയാണ്. അമ്മവും പറഞ്ഞ പേടിയൊന്നുമില്ല. ഇയാൾ അന്നത്തെ കാലത്ത് പറഞ്ഞ കഥയിലെ നായകനല്ലേ? ഇങ്ങേർക്ക് കപ്പത്തോട്ടത്തിൽ എന്തായിരുന്നു കാര്യം? ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മവും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓരോന്ന് മനസ്സിൽ സങ്കല്പിച്ചു. ഇപ്പോഴും പുള്ളി സ്വന്തം ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇപ്പോഴും അതേ ആർജവം നിലനിൽക്കുന്നുണ്ടായിരിക്കുമോ? അതേ എനർജി സ്കെയിൽ ഇപ്പോഴും അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് രണ്ടാമത് വന്നിട്ട് പോയപ്പോഴില്ലേ മാഡം, എനിക്ക് വല്ലാത്ത വിരഹമായിരുന്നു. രണ്ടാമത് ഞങ്ങൾ കാത്തിരിക്കുകയല്ലേ. ആ സമയത്തേക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ ഞങ്ങൾക്കിടയിൽ സ്നേഹം സംഭവിച്ചു. പക്ഷേ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത നിരാശയായിരുന്നു. പുള്ളി പോയി ഒരാഴ്ചയോളം എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കമ്മ്യൂണിക്കേഷനും വളരെ കുറവല്ലേ മാഡം. അപ്പോൾ ഞാൻ അമ്മായിപ്പനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നും ആക്റ്റീവാണല്ലോ എന്ന്. ഞാൻ പുള്ളിയെ ഇടയ്ക്ക് അസാധാരണമായിട്ടൊക്കെ നോക്കാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം അമ്മായിപ്പൻ എന്നോട് ചോദിച്ചു, മോളെന്താ എന്നെ ഇങ്ങനെ ചില സമയത്ത് സൂക്ഷിച്ച് നോക്കുന്നതെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. അറിയാതെ ഞാൻ പുഞ്ചിരിച്ചു പോയി. പക്ഷേ അപ്പം അമ്മായിപ്പൻ എന്നോട് ചോദിച്ചു, നിൻ്റെ അമ്മമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെയും 2-3 വട്ടം അമ്മമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മമ്മ എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അമ്മമ്മ അത്ര വലിയ പ്രശ്നക്കാരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അമ്മമ്മ വേറെന്തെങ്കിലും കൂടി പറഞ്ഞോ എന്ന് എന്നോട് പറഞ്ഞു. നന്നായിട്ട് കുറ്റിയിട്ടിട്ട് വേണം കിടക്കാനും, ഇല്ലെങ്കിൽ അമ്മായപ്പൻ ചിലപ്പോൾ നുഴഞ്ഞു കയറുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഒന്ന് പോടി, അങ്ങനൊന്നും എനിക്കില്ല. അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് സംഭവിച്ചു പോയതാണ്. അന്ന് നിൻ്റെ അമ്മമ്മ ഒരു ഭൂലോക സുന്ദരിയായിരുന്നു. എല്ലാവർക്കും അവരെ ഒത്തിരി ഇഷ്ടമായിരുന്നു. നിൻ്റെ 10 മടങ്ങ് സൗന്ദര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരെല്ലാം കൂടെ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ പ്രലോഭിപ്പിച്ചപ്പോൾ എനിക്കറിയാതെ സംഭവിച്ചു പോയതാണ്. എൻ്റെ പൊന്നുമോള് ഇതാരോടും പറയരുത്. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല. പക്ഷെ അമ്മമ്മ പറഞ്ഞത് അച്ഛൻ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. ഒന്ന് പോ, നിൻ്റെ അമ്മമ്മയ്ക്ക് എന്താ വട്ടാണോ? നീ എൻ്റെ മോളെപ്പോലെയല്ലേ ഉള്ളൂ എന്ന്
പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാ. ഞാൻ അമ്മമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അവൻ അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. ഇപ്പോഴാണെങ്കിലും അവൻ പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും, കപ്പക്കാട് കുലുക്കുന്നവനാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിപ്പിനെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഗൗരവത്തോടുകൂടി പറഞ്ഞു, മോളെ അതൊക്കെ ഇങ്ങ് മറന്നു കളയാൻ. ഞാൻ പറഞ്ഞു ചില സമയത്ത് എനിക്കത് മറക്കാൻ പറ്റുന്നില്ലെന്ന്. അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി, ഞാനും നോക്കി. ഞാൻ സിഗ്നൽ കൊടുത്ത പോലെയായിരുന്നു എൻ്റെ മനസ്സ്. പുള്ളിക്കാൻ വായിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. പിന്നീട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, മോളെ ഞാൻ 1 മണി കഴിഞ്ഞ് മുറിയിലേക്ക് വന്നോട്ടെ എന്നും. ആ സമയത്ത് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞതുമില്ല. പക്ഷേ ഞാനൊന്ന് വാതിൽ ചാരിയതേ ഉള്ളൂ മാഡം. അദ്ദേഹം വരില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കറക്റ്റ് 1 മണിയായി കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറന്നു വന്നു. പിന്നീട് എന്നോട് പറഞ്ഞു, നമുക്ക് സമയമൊന്നുമില്ല, ഒരു 2-3 മണിക്കൂർ, മോൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹമാണ് തുടക്കമിട്ടത്. ഞാനതിന് ജസ്റ്റ് സഹകരിക്കുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. കാര്യം എല്ലാ പഴിയും എൻ്റെ മേൽ വരരുതല്ലോ. അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ട്രിക്കിൽ അയ്യോ അച്ഛാ അറിയാതെ പറഞ്ഞതാ, വേണ്ടാന്നൊക്കെ ഞാനും പറഞ്ഞു. പക്ഷേ വന്ന പുള്ളി പോകുമോ? എന്തായാലും അന്ന് അമ്മമ്മ കപ്പത്തോട്ടത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞാനും അനുഭവിക്കാനിട വന്നു. അപ്പോഴാണ് അമ്മമ്മ പറഞ്ഞ മഹത്വം എനിക്ക് മനസ്സിലായത്. രണ്ടാമത് ഒന്നുകൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ ആദ്യത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരൂ. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ കാര്യങ്ങൾ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. ഞാനും അലിഞ്ഞു പോയി. എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ ഡെഡിക്കേഷനുള്ളത് എൻ്റെ അമ്മായിപ്പനാണ്. അതുകൊണ്ട് ഞാൻ നിശബ്ദതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. മോൾക്ക് ഇഷ്ടമായോ എന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ഇനിയും വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നു മാഡം. എല്ലാം സേഫായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. എങ്കിലും ഒരു വീടാകുമ്പോൾ അത് റിസ്ക് അല്ലേ? അമ്മമ്മ എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ എന്താ ഇങ്ങോട്ട് വരാത്തത്, ആ വീട്ടിൽ തന്നെ നിൽക്കുന്നത്? നിൻ്റെ അമ്മായപ്പൻ നിന്നോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചോ, എന്തെങ്കിലും തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ മുഖത്തുനിന്ന് അമ്മമ്മ കള്ളത്തരം പിടിച്ചെടുക്കുമെന്ന് തോന്നുന്നു മാഡം. അമ്മമ്മ വല്ലാത്തൊരു കള്ളിയാണ്. പക്ഷേ അമ്മമ്മ പറഞ്ഞ കഥകൾ കൊണ്ടാണ് മാഡം എനിക്കിങ്ങനെയൊക്കെയുള്ള താല്പര്യം തോന്നിയത്. ഞാൻ അകപ്പെട്ടു പോയത് അതുകൊണ്ടാണ്. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴേക്കും അപ്പോൾ അതിലേക്ക് വീഴാൻ താല്പര്യം തോന്നുന്ന കുറേയധികം ആൾക്കാരുണ്ടെന്ന് നമുക്ക് പല കഥകളിൽ കൂടെയും മനസ്സിലായി. ചിലപ്പോൾ ഭാവനയാകാം, ചിലപ്പോൾ യഥാർത്ഥമാകാം. എന്തായാലും കഥകളിൽ ഒരാളുടെ മനസ്സുണ്ടല്ലോ. പക്ഷേ ആരെങ്കിലും പറയുമ്പോഴേക്കും ഇതിനൊക്കെ എടുത്തു ചാടുന്ന ആളുകളെ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഇതിനൊന്നും അനുകൂലിക്കാനോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പോസിറ്റീവ് സൈഡ് കണ്ടെത്താനോ എനിക്ക് കഴിയുന്നില്ല. ഈ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയൊക്കെ പറയുന്ന പോലെ ആണെങ്കിൽ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കണമെന്ന് പറയും. കാര്യം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വർണ്ണിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം മറന്ന് എടുത്തു ചാടേണ്ട ഒരു കാര്യമല്ല ഇത്. കാര്യം വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സൂക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യമാണ്. അതിനിടയ്ക്ക് ഇത്തരം അനുകൂലതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ പോയി തീരുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുടരാതിരിക്കുക.